2014 ക്ലീവ്ലൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജീനിയോളജി വിദ്യാർത്ഥിയായ ക്രിസ്റ്റീന സ്കേറ്റ്സ് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനായി തന്റെ പ്രൊഫസറെ സഹായിക്കുന്ന സമയത്ത് ക്ലീവ്ലൻഡ് സെമിത്തേരിയിൽ അടക്കം ചെയ്ത അജ്ഞാത മൃതദേഹങ്ങളുടെ ലെഡ്ജർ പരിശോധിക്കുന്നതിനിടയിൽ വെളുത്ത സ്ത്രീയുടെ അസ്ഥികൾ എന്നെഴുതിയ വരികൾ അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ലെഡ്ജറിൽ 82,423 എന്ന നമ്പറിൽ രേഖപ്പെടുത്തിയിരുന്ന ആ വരികളിലെ അജ്ഞാതയായ സ്ത്രീയെക്കുറിച്ചറിയാൻ അവളിൽ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായി. എന്നാൽ അവൾ അറിഞ്ഞില്ല അവൾ കണ്ടെത്താൻ പോകുന്നത് 40 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ചില നിഗൂഢ സത്യങ്ങളായിരുന്നു. So today we will be exploring the cold case of identifying a lady's identity that revealed after 40 years of her murder with my channel Mystery Busters. ക്രിസ്റ്റീനയുടെ മനസ്സിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തു നിന്ന് ഇല്ലാതായ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ഏക തെളിവായി മാറിയ ആ ലെഡ്ജറിലെ വരികളെ പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. അവൾ ആരായിരുന്നു? അവൾക്ക് കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവളുടെ മൃതശരീരം ആരും തിരിച്ചറിയാതെ പോയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നവൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ അവൾ 2015 70കളിൽ കാണാതായ ആളുകളെക്കുറിച്ച് പത്രങ്ങളിലും ഗൂഗിളിലും തിരച്ചിൽ നടത്തി. എന്നാൽ അതവൾ വിചാരിച്ച പോലെയുള്ള ഫലം കണ്ടില്ല. ഒടുവിൽ ക്രിസ്റ്റീന ഈ കേസിനെ പറ്റി സ്ട്രോങ്സ് വില്ലയിലെ പോലീസിനോട് അന്വേഷിച്ചു. എന്നാൽ അവർക്ക് ഈ കേസിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവസാനം അവൾ ഈ കേസിനെ കുറിച്ച് ക്ലീവ്ലൻഡ് മെട്രോ പാർക്കിലെ പോലീസിനോട് അന്വേഷിച്ചു. തുടർന്ന് അവിടുത്തെ ലഫ്റ്റനന്റ് ഡോൺ സിൽവസനിൽ നിന്ന് അവൾക്ക് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഫയൽ കിട്ടി. ആ ഫയലിൽ പറയുന്നത് പ്രകാരം 1975 ഫെബ്രുവരി 5-ന് 3 കൗമാരക്കാരായ ആൺകുട്ടികൾ സ്ട്രോങ്സ് വില്ലയിലെ റോക്കി നദിക്കരയിലൂടെ നടക്കുമ്പോൾ നദിയുടെ അരികിലായി ഭാഗികമായ ഒരു അസ്ഥികുടം കിടക്കുന്നത് കണ്ടു. പോലീസ് സ്ഥലത്തെത്തി അസ്ഥികുടം പരിശോധിച്ചു. അതിന്റെ ഒരു താടിയെല്ല് നഷ്ടമായിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് വേറൊരു തെളിവുകളും കിട്ടിയില്ല. അസ്ഥികുടത്തിന്റെ വിശദമായ പരിശോധനയിൽ അതൊരു സ്ത്രീയാണെന്നും ആ ശരീരാവശിഷ്ടം ഏകദേശം 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടേതാണെന്നും കൂടാതെ അസ്ഥികുടത്തിന്റെ തലയിൽ വെടിയുണ്ട തുളച്ചു കയറിയ ഒരു പാടുമുണ്ടായിരുന്നു. ആ മുറിവാണ് അവരുടെ മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തി. ഇതൊരു കൊലപാതകമായിരിക്കാനാണ് സാധ്യതയേറെയെന്ന് പോലീസ് വിലയിരുത്തി. ഈ കേസിന്റെ തുടക്കത്തിൽ ഈ മൃതശരീരം 1974 കാണാതായ പെട്രീഷ്യ ഹെയർസ്റ്റേയുടെയാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മൃതദേഹം അവരുടേതല്ലെന്ന് തെളിഞ്ഞു. മാസങ്ങൾ പിന്നിട്ടിട്ടും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അവർ മൃതദേഹം ഹൈലാൻഡ് ഹിൽസിലെ മെമ്മോറിയൽ ഗാർഡനിലെ ഒരു പോർട്ടർ ഫീൽഡിൽ അടയാളപ്പെടുത്താത്ത കുഴിമാടത്തിൽ സംസ്കരിച്ചു. എന്നാൽ ഈ കിട്ടിയ വിവരങ്ങളൊന്നും ക്രിസ്റ്റീനയുടെ അന്വേഷണത്തിന് പര്യാപ്തമായിരുന്നില്ല. അവൾ തനിക്ക് കിട്ടിയ കേസിനെ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം റെഡിറ്റ് എന്ന സോഷ്യൽ ന്യൂസ് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. റെഡിറ്റിൽ പ്രസിദ്ധീകരിച്ച ഈ പോസ്റ്റ് കാണാനിടയായ ഫോറൻസിക് സ്കെച്ച് ആർട്ടിസ്റ്റായ കോൾ കോപ്പൽമെന്നിന് ഈ കേസിൽ ഇൻട്രസ്റ്റ് തോന്നുകയും അയാൾ ക്രിസ്റ്റീനയുമായി ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ക്രിസ്റ്റീന കേസ് ഫയലിൽ ഉണ്ടായിരുന്ന അജ്ഞാത പെൺകുട്ടിയുടെ തലയോട്ടിയുടെ ഫോട്ടോ കോപ്പൽമെന്നിന് കൊടുക്കുകയും അയാൾ ആ തലയോട്ടിയുടെ ഫോട്ടോ ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ വഴി മുഖം പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ സൃഷ്ടിച്ച ഫോട്ടോയിലെ മുഖം വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് നിന്ന് കാണാതായ ലിൻഡ പഗാനോ എന്ന പെൺകുട്ടിയുടെ മുഖവുമായി സാമ്യമുള്ളതായിരുന്നു. എന്നാൽ ആരായിരുന്നു ലിൻഡ പഗാനോ? ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. ഒഹായോയിലെ അക്രോണിലുള്ള സ്പ്രിംഗ്ഫീൽഡ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ലിൻഡ പഗാനോ, സഹോദരൻ മൈക്കൽ പഗാനോ, സഹോദരി സിറിൽ പഗാനോ, ഇവരുടെ ഇളയ സഹോദരിയായിരുന്നു ലിൻഡ. ലിൻഡ സ്കൂൾ ടൈം കഴിഞ്ഞ് പാർട്ട് ടൈമായി ഡാൽമഞ്ചിലെ A&W റെസ്റ്റോറന്റിൽ വെയിട്രസായി ജോലി ചെയ്തിരുന്നു. കൂടാതെ അവളൊരു തികഞ്ഞ റോക്ക് സംഗീത പ്രേമി കൂടിയായിരുന്നു. 1974 കാലഘട്ടത്തിൽ ലിൻഡയും സഹോദരങ്ങളും രണ്ടാം അച്ഛനായ ബൈറൺ ക്ലാഫിനോടൊപ്പം അക്രോണിലെ കാർണാഗി അവന്യൂയിലുള്ള അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ബൈറൺ ഒരു ബാർ ടെൻഡർ ആയിരുന്നു. കൂടാതെ അയാളൊരു അമിത മദ്യപാനി കൂടിയായിരുന്നു. ഇതൊക്കെ കൊണ്ട് അവർക്ക് രണ്ടാം അച്ഛനായ ബൈറനോട് വല്ലാത്തൊരു അകൽച്ചയുണ്ടായിരുന്നു. അങ്ങനെ 1974 ഓഗസ്റ്റ് 31-ന് ലിൻഡ തന്റെ ബോയ്ഫ്രണ്ടായ സ്റ്റീവ് വിൽസനോടൊപ്പം ക്ലീവ്ലൻഡിൽ നടക്കുന്ന ക്രോക്സി സ്റ്റിൽസ് നാഷ് ആൻഡ് യങ് റോക്ക് സംഗീത പരിപാടി കാണാനായി പോയി. പിറ്റേന്ന് പുലർച്ചെയാണ് രണ്ടുപേരും തിരികെ വന്നത്. ലിൻഡ സ്റ്റീവിനെ അവന്റെ വീട്ടിലാക്കിയതിനു ശേഷം ബൈറണിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. എന്നാൽ വൈകി വീട്ടിൽ വന്നു കയറിയ ലിൻഡയെ ബൈറൺ ചോദ്യം ചെയ്യുകയും അവർ തമ്മിൽ കടുത്ത തർക്കമുണ്ടാവുകയും ചെയ്തു. തർക്കത്തിനെ തുടർന്ന് ബൈറൺ ലിൻഡയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നായിരുന്നു അവളെ എല്ലാവരും ജീവനോടെ അവസാനമായി കണ്ടത്. ലിൻഡയെ കാണാതിരുന്നപ്പോൾ അവൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുകയാണെന്ന് എല്ലാവരും കരുതി.
എന്നാൽ അവൾ സുഹൃത്തുക്കളുടെ കൂടെയെങ്ങുമില്ലെന്ന് മനസ്സിലാക്കിയ സഹോദരങ്ങൾ പോലീസിൽ പരാതി നൽകി. ലിൻഡ ആരോടെങ്കിലും ഒപ്പം ഓടിപ്പോയി കാണുമെന്ന ധാരണയിലായിരുന്നു പോലീസുകാർ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. മാത്രമല്ല കേസിന് മാധ്യമ പ്രചാരവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് ലിൻഡയുടെ കേസ് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ലിൻഡ ആരോടും ഒരു വാക്ക് പോലും പറയാതെ ഓടിപ്പോകുന്ന സ്വഭാവക്കാരിയല്ലെന്ന് കുടുംബക്കാർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല അവൾ പോയപ്പോൾ തന്റെ കാറായ ഫോർട്ട് മസാങ്ക് കൂടെ കൊണ്ടുപോയിരുന്നില്ല. അതിനാൽ അവൾ ദൂരെയെങ്ങും പോയി കാണില്ല എന്ന് സഹോദരങ്ങൾ വിശ്വസിച്ചു. ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ലിൻഡയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. ലിൻഡയുടെ തിരോധാന കേസ് ഇടഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ 1975 ഒരു അജ്ഞാത മൃതദേഹം കിട്ടിയ വാർത്ത TV പ്രക്ഷേപണത്തിൽ കാണാനിടയായ ലിൻഡയുടെ സഹോദരൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ കിട്ടിയ മൃതശരീരം പ്രായം കൂടിയ ഒരു സ്ത്രീയുടേതാണെന്നും അവർക്ക് ഉയരം കൂടുതലാണെന്നും പറഞ്ഞ് പോലീസുകാർ മൈക്കിളിനെ തിരികെ അയച്ചു. പിന്നെ കേസിനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായില്ല. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ 2014 ക്രിസ്റ്റീനയുടെ അന്വേഷണവും അജ്ഞാത പെൺകുട്ടിയുടെ തലയോട്ടിയുടെ ഫേസിൽ റീകൺസ്ട്രക്ഷൻ തുടങ്ങിയ സംഭവ വികാസങ്ങൾ നടന്നത്. ക്രിസ്റ്റീനയും കോപ്പൽമാനും തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കുയാഹോഗ കൗണ്ടിയിലെ കൗണ്ടി നിയമനിർവ്വഹണ ഏജൻസികൾ കോപ്പൽമാനെ സമീപിച്ചത്. എന്നാൽ അവരോട് കോപ്പൽമാൻ അജ്ഞാത മൃതദേഹമായി 1975 അടക്കം ചെയ്ത മൃതദേഹത്തിനെ പറ്റി ചോദിച്ചു. എന്നാൽ അവർക്കതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അതിന്റെ പ്രധാന കാരണം കുയാഹോഗ കൗണ്ടിയിലെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ലിസ്റ്റിൽ 1975 കിട്ടിയ മൃതദേഹത്തിന്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എന്താണ് ആ മൃതദേഹത്തിന്റെ വിവരം ലിസ്റ്റിൽ ചേർക്കാത്തതിനെ പറ്റി ക്രിസ്റ്റീന പോലീസ് ഓഫീസർമാരോടും നഗരനിർമ്മാണ ഏജൻസിയോടും തിരക്കി. കേസ് ഫയലുകളിലെ ചില അക്ഷരത്തെറ്റ് മൂലമാണ് ചില കേസുകൾ ലിസ്റ്റിൽ ചേർക്കാൻ തടസ്സം വന്നതെന്ന് അവർ കാരണമായി പറഞ്ഞത്. ക്രിസ്റ്റീന കുയാഹോഗ കൗണ്ടി നിയമനിർവ്വഹണ ഏജൻസിയുമായി സംസാരിച്ചതിന്റെ ഫലമായി 1975 കിട്ടിയ അജ്ഞാത പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാതായവരുടെയും തിരിച്ചറിയാത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെയും വിവരങ്ങൾ സൂക്ഷിക്കുന്ന US ഡേറ്റാബേസ് ആൻഡ് റിസോഴ്സ് സെന്ററായ നെയ്മസിൽ ചേർക്കപ്പെട്ടു. തുടർന്ന് 1975 കിട്ടിയ അജ്ഞാത മൃതദേഹം ലിൻഡ പാഗാനോയുടേതാണെന്നൊരു സംശയം ആക്രോൺ പോലീസിനുണ്ടായി. അവർ അതിനെപ്പറ്റി കുയാഹോഗ കൗണ്ടി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ആദ്യപടി എന്ന പോലെ അജ്ഞാത മൃതശരീരത്തിന്റെ ദന്തരേഖകൾ പരിശോധനയ്ക്കായി പോലീസിന് കൈമാറി. കൂടാതെ DNA പരിശോധനയ്ക്കായി മറവ് ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടം പുറത്തെടുക്കാനായി പോലീസ് നഗര ഉദ്യോഗസ്ഥരും കാനഡ സെന്റർ ഫോർ മാപ്പിംഗ് ആൻഡ് എർത്ത് ഒബ്സർവേഷനുമായി യോഗം ചേർന്നു. അങ്ങനെ 2017 ഒക്ടോബറിൽ അജ്ഞാത മൃതദേഹം പുറത്തെടുക്കാൻ പോലീസുകാർ സെമിത്തേരിയിൽ എത്തിയെങ്കിലും അവിടെയുള്ള നിരവധി അടയാളപ്പെടുത്താത്ത ശവക്കുഴികളിൽ നിന്ന് ശരിയായ മൃതദേഹം പുറത്തെടുക്കാനായി ഒന്നിലധികം ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ യഥാർത്ഥ ശവക്കുഴി കണ്ടെത്താനായി മാഗ്നറ്റിക് സർവേയിങ് ഉപയോഗിച്ച് ആക്രോൺ സർവകലാശാലയാണ് പോലീസിനെ സഹായിച്ചത്. അങ്ങനെ ശരിയായ മൃതദേഹ അവശിഷ്ടം പുറത്തെടുത്ത് അസ്ഥികളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മൈറ്റോകോൺട്രിയൽ DNA പരിശോധനയ്ക്കായി നോർത്ത് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. അതിന്റെ ശരിയായ സ്ഥിരീകരണത്തിനായി ലിൻഡയുടെ സഹോദരങ്ങളായ മൈക്കിളിന്റെയും ചെറിലിന്റെയും മൗത്ത് DNA സാമ്പിളുകൾ എടുത്തു. ഒടുവിൽ 2018 ജൂൺ 29 44 വർഷം നീണ്ട നിഗൂഢതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആ മൃതദേഹ അവശിഷ്ടം ലിൻഡ പാഗാനോയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. സ്വന്തം സഹോദരിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ വാർത്തയറിഞ്ഞ് മൈക്കിളും ചെറിലും ക്രിസ്റ്റീനയോട് നന്ദി പറഞ്ഞു. ജൂലൈ 19 കുയാഹോഗ കൗണ്ടി മെഡിക്കൽ എക്സാമിനർ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് ഫീൽഡിൽ നിന്ന് കിട്ടിയ മൃതശരീരം ലിൻഡ പാഗാനോയുടേതാണെന്ന് പ്രഖ്യാപിച്ചു. 2019 ജനുവരിയിൽ സഹോദരങ്ങൾ ലിൻഡയുടെ അനുസ്മരണ ചടങ്ങ് നടത്തുകയും നീണ്ട 44 വർഷങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം ഹോളിക്രോസ് സെമിത്തേരിയിൽ തന്റെ അമ്മയുടെ ശവക്കല്ലറയുടെ അടുത്തായി എല്ലാ ചടങ്ങോടും കൂടി സംസ്കരിക്കുകയും ചെയ്തു. പക്ഷെ ലിൻഡയുടെ കേസ് അവിടെ തീരുന്നതായിരുന്നില്ല. അവളുടെ കൊലപാതകത്തിന്റെ കേസ് ക്ലീവ്ലാൻഡ് മെട്രോപാർക്സിലെ പോലീസിന് കൈമാറി. കേസ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. കേസിലെ പ്രതികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ലിൻഡയുടെ രണ്ടാനച്ഛനായ ബൈറോൺ ക്ലാഫിനും ബോയ്ഫ്രണ്ടായ സ്റ്റീവുമായിരുന്നു. എന്നാൽ സ്റ്റീവിനെ പ്രതികളെക്കാൾ ഉപരി ലിൻഡയെ അവസാനമായി കണ്ട വ്യക്തി എന്ന നിലയിൽ പ്രധാന സാക്ഷിയായി കണക്കാക്കിയിരുന്നു. എന്നാൽ ലിൻഡയുടെ കൊലപാതകിയായി എല്ലാവരും സംശയിച്ചിരുന്നത് ലിൻഡയുടെ രണ്ടാനച്ഛനായ ബൈറോൺ ക്ലാഫിനെ ആയിരുന്നു. നിർഭാഗ്യവശാൽ അയാൾ 1990 മരണപ്പെട്ടു. കാലങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും ലിൻഡ പാഗാനോ എന്ന 17-കാരിയുടെ കൊലപാതകം ഇന്നും തെളിയിക്കപ്പെടാതെ ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു.